ഹൈദർക്ക, ഇത് ആക്ച്വലി എന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല. പെട്ടു പോയതുകൊണ്ടാട്ടോ. മുഖം നോക്കിക്കേ. അത് ഓക്കെ. ഒരു നമ്മള് പ്രമോഷനൊക്കെ പോകുമ്പോ ഞാൻ ഏതാ ഡ്രസ് ഓൾറെഡി നോട്ട് ചെയ്ത് ഞാൻ പിന്നെ ഏതൊക്കെയോ അൽക്കുലത്ത് സാധനം ഉള്ളതുകൊണ്ട് അത് കിട്ടൂല, അത് വിടും. ഈ പാവം ഡയറക്ടർ ഉണ്ടല്ലോ, ഈ മനുഷ്യൻ നല്ല വെള്ളം ഇട്ട് വന്നു. പപ്പ എന്താണിത്, തല്ലിപ്പുള്ളി ഡ്രസ്, ഇതൊന്ന് മാറ്റിയത് അല്ലെ, നല്ല എന്ത് ഇതിന് വെള്ളം വേറെ ലൈറ്റിന് ശരിയാവില്ല മാറ്റി എന്ന് പറയുന്നു. ഈ പാവം ഡ്രസ് ഇട്ടിട്ട് വരുന്നു ഡയറക്ടർ. സ്റ്റേജിൽ ഞാൻ നോക്കുമ്പോ പപ്പ നല്ല വെള്ളം എന്നോട് പറയുന്നത് ഇങ്ങനെ കേൾക്കാണ്. എന്നോട് പറയണേ, നമ്മള് വെള്ളമൊക്കെ ഇട്ട് നല്ല എലഗന്റ് ആയിരിക്കും. അല്ല, അത് നടന്ന സമയം ഞാനുണ്ടെന്ന് ഞാൻ നോക്കി ആദ്യം വെള്ളം വെച്ചിട്ട് ഇറങ്ങും. കുറച്ച് പുള്ളി വെള്ളം മാറി, കുറച്ച് ഇത് നല്ല വെള്ള ഷർട്ടൊക്കെ. അല്ല, ഈ നടന്മാര് ഒരുക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട്. ക്യാമറമാൻ മൊത്തത്തിൽ ഒതുക്കലായിരുന്നു, മനസ്സിലായി. ആ ഫോട്ടോന്റെ ഇനി വനിതയുടെ ഫ്രണ്ടിൽ പപ്പയും കുറെ സുന്ദരിമാരും കൂടി വന്നാൽ അല്ല, ആ പോസ് ഒന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പോസ്റ്റിലൊരു പേരാക്കിക്കണം. ഞാൻ ആലോചിക്കാതെ നമ്മളിപ്പോ എന്ത് രസകരമായിട്ട് ഹൈദർക്കപ്പോ ആലോചിക്കുണ്ടാവും ഈ പോസ്റ്റിലൊരു ബീച്ചറിന്റെ ഹെഡ് മാറ്റാനുള്ള പരിപാടിയാണിത്. തമിഴിന് അങ്ങനെ വരുമോ? അല്ല, ഞാൻ പറയാ എന്ത് രസകരമായിട്ടാണ് നമ്മൾ പോകുന്നതല്ലേ. ഈ ഇതിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതിലെല്ലാം ഒരു അർത്ഥം വരിക, കൂടുകയാണ് നമ്മളല്ലേ. അതാണ് കൂടുതൽ ഒരു ടൈറ്റിലിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യത്തിന് അന്ന് തൊട്ട് ഞാൻ പറയാം, ഈ ടൈറ്റിലിന് വലിയ പ്രാധാന്യമുണ്ടെന്ന്. ഒരു 3 പേര് ഒത്തുചേർന്നാലും കൂടുതലാണ്. നമ്മൾ അടുക്കളയിൽ കൂടും, കല്യാണത്തിന് പോകുമ്പോൾ സദ്യ കഴിക്കാൻ കൂടും, അങ്ങനെ അതെല്ലാം ചേർത്തൊരു പേര് വന്നേക്കണ സിനിമയാണ്. ആ കൂടലിന് ഇവിടെ ഇരുന്ന് നമ്മളിപ്പോൾ കൂടുകയാണ് അല്ലേ, അതും കൂടലാണ്. ഇങ്ങനെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ ആളുകൾ വരുന്ന ആ കൂടൽ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പാട്ടും മേളമൊക്കെ ആയിട്ട് പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുന്നതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി തന്നെയാണ് പോയത്. നമുക്കേ എനിക്ക് ഇതില് ശിവചേട്ടൻ 3 പാട്ട് ശിവസുമാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖിൽ അനിൽകുമാർ എന്ന് പറയുന്ന പയ്യൻ, പിന്നെ സുമേഷ് രവീന്ദ്രൻ, ആൽബിൻ എസ് ജോസഫ്, പ്രസാദ് ചെമ്പ്രശ്ശേരി, ഇത്രയും പേരാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഷിബുചേട്ടൻ ചെയ്തിട്ടുണ്ട്, ഓയ് ബഷീർ. അവർ രണ്ടുപേരും പ്രായം ചെറുതാകാൻ വേണ്ടി ഷിബുചേട്ടാന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അല്ല, നമ്മളങ്ങനെ വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ട് പോകണം. അല്ലെ, പുള്ളി അത്ര പ്രായം ഞങ്ങള് ഒരേ ഈക്വൽ ഏജ് ആണ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഷിബു പുലർക്കാഴ്ച, ഓയു ബഷീർ, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ പാട്ട്, നമ്മുടെ പാട്ട് എഴുതിയിട്ടുള്ളത്. ഓയു ബഷീർ എഴുതിയ പാട്ട് ഏതായിരുന്നു? ഇവർ രണ്ടുപേരും കൂടെ അല്ലേ? അല്ല, അത് തന്നെ പുള്ളി. അല്ല, അത് പറ്റില്ല കേട്ടോ. പുള്ളി പറഞ്ഞു എനിക്ക് അത്രയും വിദ്യാഭ്യാസം ഇല്ല. പിന്നെ നിങ്ങൾ അതിനകത്ത് പിന്നെ ഇതില് ലിറിക്സ് എഴുതിയിട്ടുള്ളത് നമ്മുടെ എം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന നാടൻപാട്ട് വേറെ നമ്മുടെ മണികണ്ഠൻ പെരുമ്പടപ്പ് പാടിയിട്ടുണ്ട്. അതും അടിപൊളി പാട്ടാണ്. പിന്നെ അതുപോലെ സോണി മോഹൻ, സുമേഷ്, അവര് 2 മ്യൂസിക് ഡയറക്ടേഴ്സ്, അവർ രണ്ടുപേരും അവരുടെ പാട്ട് അവർ തന്നെ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിനൊക്കെ പുറമെ ഷാഫി മഹാനും എഴുതിയിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഈ പേരല്ലാതെ വേറെ എങ്ങനെ മൊത്തം കൂടുതലാണ്. കറക്റ്റ് ആയിരുന്നു. പിന്നെ വേറെ കേസുണ്ട്, ഇതിന്റെ പേര് കൂടുതലും നായകന്മാര് കൂടുതലും. അങ്ങനെയുണ്ട്. ഒരു മനോഹരമായ നമ്മുടെ ഈ സിനിമയിലെ ഒരു നാടൻപാട്ട്, ഇപ്പൊ നമ്മുടെ സിനിമയിലെ നാടൻപാട്ടില്ലേ, ആ നാടൻപാട്ട് അട്ടപ്പാടി പാട്ട് ഏഴുമലക്കരികത്തരികത്തൊരു നാടും ആ നാടിനകത്തതിനൊത്തതിനൊത്തൊരു കാടും മഞ്ഞും മലയും താണ്ടി വരുന്നവർ പാടും ആ പാട്ടും കേട്ടതിലൊത്തിരി പേരതിലാടും ആടിപ്പാടി നടക്കും പാട്ടിലൊരുത്തി കൂടെ ചേലിൽ വീശിയടിക്കും കാറ്റുമിടത്തി
പാടി പാടി നടക്കും പാട്ടിലൊരുത്തി, കൂടെ ചേലിൽ വീശിയടിക്കും കാറ്റുമിതെത്തി. ഊരിൽ തെളിയും നേരിൻ സ്നേഹങ്ങൾ തൻ കഥകൾ പാടി. ഊരിൽ തെളിയും നേരിൻ സ്നേഹങ്ങൾ തൻ കഥ തൻ പാടും പാടി അട്ടപ്പാടി. ഞാനൊരു പാട്ടും കൂടെ ഉണ്ട്. അട്ടപ്പാടിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.